when there's no more hope. Friends, how are you? Fine. Okay. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാത്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മാത്സ് അല്ലേ ഏതാണ് അഡീഷൻ ഡെസിമൽ ഒക്കെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെസിമൽ ആഡ് ചെയ്യാനൊക്കെ പഠിച്ചില്ലേ, എല്ലാവർക്കും അറിഞ്ഞൂടെ ആഡ് ചെയ്യാനൊക്കെ അല്ലേ. അടുത്ത ഇന്ന് നമ്മളിനി ആഡ് ചെയ്യുന്നതിൻ്റെ തന്നെ നമ്മൾ എക്സസൈസ് 1.6 സെക്കൻഡ് ആഡ്. ഫസ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ ടീച്ചർ ഹോംവർക്ക് ഒക്കെ തന്നായിരുന്നു, എല്ലാവരും ചെയ്തിട്ട് അയച്ചെന്നില്ലേ. അതുപോലെ തന്നെയാണ് സെക്കൻഡ് ആഡ് ചെയ്യുന്നത്. അത് മനസ്സിലായോ? അയച്ചിട്ട് ചെയ്യണോ? ഒരെണ്ണം ടീച്ചർ ചെയ്തുതരാം, ബാക്കി ഹോംവർക്ക് ആണേ. ഒരെണ്ണം ചെയ്യും 11.11 13.25 17.19 ഇതിനെ ആഡ് ചെയ്യാം. ഇതിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? 11.11 13.25 പ്ലസ് 17.18. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാ? 1 + 5 6 6 + 8 എത്ര? 14. 6 + 8 14. 1 റിമൈൻഡർ. പിന്നെ എന്താണ് അടുത്ത റോയിലെ 1 + 2 3 3 + 1 4 4 + 1 5. ഓക്കേ, എന്നിട്ട് ഈ ഡെസിമൽ പോയിന്റുകൾ അതേ സെയിം ആ പോയിന്റ് സെയിം ആയിട്ട് തന്നെ താഴെയുള്ള എല്ലാം സെയിം ആയിരിക്കും. എന്നിട്ട് 1 + 3 4 4 + 7 11. 1 റിമൈൻഡർ. അടുത്ത റോയിലെ 1 + 1 2 2 + 1 3 3 + 1 4. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? ആൻസർ ഈസ് എത്രയാണ്? 41.54. 41.54. മനസ്സിലായോ? ഇതുപോലെയാണ് ബാക്കിയുള്ളത് കൂടെ. അപ്പോൾ ബി തൊട്ട് ജെ വരെ ഹോംവർക്ക് ആണ്, അത് കറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്തു. ആഡ് ചെയ്യാൻ അറിയൂടെ? അഡീഷൻ എല്ലാവർക്കും അറിയാം. ആഡ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ അയച്ചു തരാം ടീച്ചർ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽ ആണ്. അപ്പോൾ ഇത് തന്നെ ആഡ് ചെയ്യാൻ പഠിച്ചപ്പോൾ സബ്ട്രാക്ഷൻ കുറയ്ക്കാൻ ഇവിടെ അപ്പോൾ വലുത് നിന്ന് ചെറുത്. അപ്പം സബ്ട്രാക്ഷൻ ഇതിന്റെ ഡെസിമലിൽ നമുക്ക് പഠിക്കാൻ പോകുന്നത് ഈ സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽ. അതിന്റെ കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ഉണ്ട്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. അഡീഷണൽ മനസ്സിലായില്ലേ? ആഡ് ചെയ്യുക, സെയിം കോളം എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, the smaller number should be written below the greater number with the decimal point in the same column. എന്താണ്? ചെറിയ സംഖ്യ താഴെ നിന്ന് വലിയ സംഖ്യ ദശാംശ പോയിന്റിൽ താഴെ എഴുതണം. എന്ന് വെച്ചാൽ വലിയ സംഖ്യ എന്താണ്? വലിയ സംഖ്യ മുകളിലും ചെറിയ സംഖ്യ താഴെ. അപ്പം വലുതിൽ നിന്ന് ചെറുതിലോട്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തത്. മനസ്സിലായി? കുറയ്ക്കുന്നത് എങ്ങനെയാണ്? വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അതാണ് അതേ പോയിന്റുകളെല്ലാം ഒരുപോലെ ആയിരിക്കണം, താഴെ ആയിരിക്കണം. Write the digit have the same place value in the same column. എന്താണ്? സെയിം പ്ലേസ് വാല്യൂലും സെയിം കോളം എന്ന് വെച്ചാൽ സെയിം കോളത്തിലും സെയിം സ്ഥാനത്ത് തന്നെ ആയിരിക്കണം എന്താണ് ഡിജിറ്റൽ വാല്യൂ. സബ്ട്രാക്ട് ആസ് ഇൻ ദ കേസ് ഓഫ് ഹോൾ നമ്പർ. എന്താണ്? സംഖ്യകൾ എന്താണ്? അത് അതേപടി കുറയ്ക്കാൻ പറ്റിയത് ആഡ് ചെയ്യാണ്. ഇപ്പം സംഖ്യകൾ കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Put the decimal point directly below the decimal point of the given decimal. എന്താണ്? ദശാംശ പോയിന്റ് ബിന്ദുവിനെ എന്താണ് നേരിട്ട് താഴെ തന്നെ അത് നേരിട്ട് അതേ സ്ഥാനത്തിന് താഴെ ബിന്ദുവിലും ആഡ് ചെയ്യണം, ഇടണം. മനസ്സിലായോ? എന്താണ് സബ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽ എന്ന് പറയുന്നത്? The smaller number should be written below the greater number with the decimal point in the same column. Second, write digits have the same place value in the same column. Subtract as in the case of whole numbers. Put the decimal point directly below the decimal point of the given decimal. മനസ്സിലായോ? ഇത് നാലുമാണ് അതിന്റെ ഫോളോയിങ് സ്റ്റെപ്സ് എന്ന് പറയുന്നത് സബ്ട്രാക്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കുറയ്ക്കാനൊക്കെ അറിയില്ല. അപ്പോൾ കുറയ്ക്കുന്ന എങ്ങനെ? വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ കുറയ്ക്കും? ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ ചെയ്യാം. Subtract
Example, subtract 16.32 from 18.58. അപ്പോൾ എങ്ങനെ കുറയ്ക്കണം? വലുതിൽ നിന്ന് ചെറുതിലുണ്ടാകും 18.58 മൈനസ് 16.32. അപ്പം ഇത് വലുതിൽ നിന്ന് ചെറുതിലോട്ട് കുറയ്ക്കണം. അപ്പൊ എങ്ങനെ കുറയ്ക്കുന്നത്? നമ്മള് 8 മൈനസ് 2 കുറയ്ക്കാൻ അറിയാലോ. 8 മൈനസ് 2 എത്രയാണ്? 8 മൈനസ് 2 6. 8 മൈനസ് 2 6. 5 മൈനസ് 3 2. പോയിന്റ് അതേ നിമിഷം എന്താണ് പോയിന്റ്? അതേ ഇത് തന്നെ താഴോട്ട്. എന്നിട്ട് 8 മൈനസ് 6. 8 മൈനസ് 6 എത്ര വരും? അപ്പം എത്ര വരും? 2. അപ്പൊ 1 1 0. ഇത് 0 ആയിരിക്കും. അപ്പം എത്രയാണ്? 2.26. ആൻസർ എത്രയാണ് വരുന്നത്? 2.26. 2.26. മനസ്സിലായോ? കുറയ്ക്കാൻ എല്ലാവർക്കും അറിഞ്ഞൂടെയോ? 2.26. മനസ്സിലായോ ഇത്? അടുത്ത നെക്സ്റ്റ് ഒരു കണക്ക് കൂടെ നോക്കാം. എങ്ങനെയാണ്? subtract 59.438 from 160.949. അപ്പോൾ ഇതിനെ കുറയ്ക്കണം. എങ്ങനെ കുറയ്ക്കും? ചെറുതിൽ നിന്ന് വലുതിലോട്ട്. ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പോൾ എങ്ങനെ? അല്ല സോറി വലുതിൽ നിന്ന് ചെറുതിലോട്ട്. വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പോൾ 160.949 minus 59.438. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കുന്നത്? 9 minus 8 എത്ര വരും? 1. 4 minus 3 1. 9 minus 4 5. പോയിന്റ് അതുപോലെ ഇടും. 0 minus 9. അപ്പോൾ 0 ന് 9 പോവോ? ഇല്ല. നമ്മളപ്പോൾ ഏതാ? ഇപ്പുറത്തുനിന്ന് എടുക്കും. അതെന്നെ എടുക്കും. അപ്പം എത്ര ഇവിടെ വരും? 10. ഇവിടെ 10 വരുമ്പോൾ ഈ 6ന്റെ ഇവിടെ എത്ര? 5. അപ്പം 10 minus 10 എത്ര? 1. അപ്പോൾ 5 minus 5 0. എന്നിട്ട് ഈ 1 താത്താക്കും. അപ്പോൾ ആൻസർ എങ്ങനെയാണ്? ആൻസർ എങ്ങനെയാണ്? 101.511. മനസ്സിലായോ? 101.511. മനസ്സിലായോ? ഇത് കുറയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും കുറയ്ക്കാറില്ലേ? ഇത് കുറയ്ക്കാൻ മാത്രം. ഇത് വലിയതിൽ നിന്ന് ചെറുതിലോട്ട് കുറയ്ക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. നമ്മൾ ആഡ് ചെയ്താണെങ്കിൽ സബ്സ്ട്രാക്ട് കുറയ്ക്കാനും ഇത് വലുതിൽ നിന്ന് ചെറുതിലോട്ടാണെന്നേ ഉള്ളൂ കേട്ടോ. മനസ്സിലായോ ഇത്? ഓക്കെ. അപ്പം ടെക്സ്റ്റിൽ വേറെ 2 എക്സാമ്പിളും ഒക്കെ ഉണ്ട്. അത് എല്ലാവരും ചെയ്തു പഠിക്കണം. അത് ചെയ്തു പഠിക്കണം. അടുത്ത എക്സസൈസ് നമുക്ക് ചെയ്യാം. എക്സസൈസ് ചെയ്യാം. ഏതാണ്? ഒരു കുറയ്ക്കാൻ ഒരു കണക്ക് ചെയ്യാം. ഏതാണ്? 15.9 from 71.8. 71.8. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കുന്നേ? വലുതിൽ നിന്ന് ചെറുതിലോട്ട്. ശ്രദ്ധിക്കണം, വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പോൾ 71.8 minus 15.9. അപ്പോൾ ഇതെങ്ങനെ കുറയ്ക്കും? 8 ന് 9 കുറയ്ക്കാൻ ഒപ്പോ? സബ്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തോ ഈ പോയിന്റ് ഇപ്പോഴത്തെ 1 ആണ്. അപ്പോൾ ഈ 1 എന്ത് ചെയ്യുന്നത്? കടക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ 18 ഇല്ലേ? ഇവിടെ 89 1 ആയപ്പോൾ 89. അപ്പോൾ ഈ 1ന്റെ അവിടെ എന്തായി? 0 ഇല്ലേ? അപ്പോൾ ഇനി 8 ന് 9 കുറയ്ക്കാമല്ലോ. അപ്പോൾ 8 ന് 9 പോയാൽ അപ്പോൾ 9. ആ പോയിന്റ് എന്താണ്? പോയിന്റ് അതുപോലെ നമ്മൾ കാത്തിറക്കി. എന്നിട്ട് 0 ന് 5 പോവോ? ഇല്ല. 0 ന് 5 പോവില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇവിടുന്ന് എന്താണ്? വീണ്ടും എടുക്കുക. അപ്പോൾ എന്താ? ഇവിടെ 10 ആവും. 10. അപ്പോൾ ഇവിടെ 6 ആവും. മനസ്സിലായോ? കുറയ്ക്കാൻ എല്ലാവർക്കും അറിയില്ലേ? അപ്പം 10 ന് 5 പോയാൽ എത്ര? 5. 6 ന് 1 പോയാൽ 5. അപ്പോൾ ആൻസർ എത്ര കിട്ടും? ആൻസർ
ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലായ? സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ് വലുതിൽ നിന്ന് ചെറുതാണ് കുറയ്ക്കേണ്ടത്. അപ്പം തെറ്റിക്കരുതായിരുന്നേ. അപ്പം ബാക്കി കണക്ക് ചെയ്യാൻ അറിയാമോ? ചെയ്യാൻ അറിയാമോ എല്ലാവർക്കും? ബാക്കി ആ ബി തൊട്ട് ജെ വരെ എങ്ങനെ ചെയ്യോ? ഇത് ഹോംവർക്ക് ആണേ. അപ്പം കറക്റ്റ് ആയിട്ട് ചെയ്യണം. അടുത്ത നോക്കിക്കേ, അടുത്ത സെക്കൻഡറി സബ്സ്ട്രാക്ഷൻ കണ്ടോ? അടുത്ത സെക്കൻഡ് സബ്സ്ട്രാക്ഷനിലെ ഒരു കണക്കൂടെ ചെയ്യാൻ നമുക്ക് 6 - 0.001. അപ്പോൾ എങ്ങനെ ചെയ്യും? 6 - 0.001 ഇതെങ്ങനെ പറയും? നമ്മൾ 6 അല്ലേ വരുന്നത്. അപ്പം 6.000 - 0.001. ഇതെങ്ങനെ കുറയ്ക്കാം? കുറയ്ക്കാൻ അറിയാമോ? കുറയ്ക്കുന്നത് എങ്ങനെ? അപ്പൊ ഇവിടെ എല്ലാം 0 0 - 1 അല്ലേ? 0 ആകും. ഈ 6 ഇപ്പൊ ഇവിടെ ഈ പോയിന്റിന് മുമ്പുള്ള 6 നമ്മൾ ഇനി അപ്പൊ ഇവിടുന്ന് ഫസ്റ്റ് ഇവിടെ 1 കട എടുത്തു. അപ്പം ഇവിടെ എത്രയായി? 5 ആണ്. ഇവിടെ 5 ആണ്. അപ്പൊ ഇവിടെ 10 അല്ലേ? അപ്പൊ 10 സെക്കൻഡ് ഇവിടുത്തെ റോയിൽ എത്രയാണ്? അവിടെ 10 വന്നപ്പോൾ ഇവിടെ 9. അപ്പൊ ഇവിടെ 10 വീണ്ടും ഈ ഫസ്റ്റ് റോയിൽ 10. അപ്പൊ അവിടെ എത്രയായി? 0 10 ആയി. ഇവിടെ 9 ആയി. അപ്പം 10 - 1 എത്ര? 9. 9 - 0 9. അടുത്ത 9 - 0 9.5. അപ്പൊ ആൻസർ എത്ര വരും? 5.999. 5.999. മനസ്സിലായോ? ഇത് വലുതിൽ നിന്ന് ചെറുതിലോട്ട്. അപ്പം ഈ ഡെസിമൽ പോയിന്റിൽ അവിടെ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 86 മാത്രമേ നമ്മൾ പോയിന്റ് പോയിന്റിൽ 0 ചേർത്ത് കൊടുക്കുമ്പോൾ കുറയ്ക്കാൻ നമ്മൾ കുറയ്ക്കണം. മനസ്സിലായോ? അത് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ ബാക്കി ഡി തൊട്ട് ജെ വരെ ഹോംവർക്കാണ് കേട്ടോ. അത് ചെയ്ത് ടീച്ചറിന് അയച്ച് അടുത്ത ക്ലാസ്സിൽ തരാം. മനസ്സിലായോ? അടുത്ത യൂസ് ഓഫ് ഡെസിമൽസ്. ഇനി യൂസ് ഓഫ് ഡെസിമൽസ് പഠിക്കാം. എന്താ യൂസ് ഓഫ് ഡെസിമൽസ്? ഇൻ അവർ ഡെയിലി ലൈഫ് മണി പ്ലാൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് റൂൾ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എന്താ ഒരു മണി പ്ലേ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിലല്ലേ? അല്ലേ? ഇമ്പോർട്ടൻ്റ് ആണ്. നൗ ലെറ്റ് us see how decimals are used to express money. എന്താണ്? Now let us see how decimals are used to express money. എന്താണ്? അപ്പം മണി നമുക്ക് ഡെസിമലിനെ നമുക്ക് ഡെസിമൽസിനെ അതിനെ എക്സ്പ്രസ് മണി ഇടാം. 100 പൈസ 100 പൈസ 100 പൈസയാണ് ഒരു റുപ്പി. 100 പൈസ എന്ന് പറഞ്ഞത് ഒരു റുപ്പിയാണ്. 100 പൈസ എന്ന് പറയുന്നത് എന്താണ്? 100 പൈസ എന്താണ്? 1 റുപ്പി. ചെറുതിലോട്ട് എന്ന് പറയുന്നത് 1 റുപ്പി. 100 പൈസ എന്താണ്? 1 റുപ്പി. 100 പൈസ എന്ന് പറയുന്നത് എന്താണ്? 1 റുപ്പിയാണ്. അപ്പം 1 പൈസ എങ്ങനെ എഴുതാം? 1/100 റുപ്പി. അപ്പൊ എങ്ങനെ? ദാറ്റ് ഈസ് 1 എങ്ങനെ 1 പൈസ എങ്ങനെ എഴുതും? 1 പൈസ അപ്പൊ നോക്കിയേ 1 പൈസ എന്ന് പറയുന്നത് 100 പൈസ എന്ന് പറയുന്നത് 1 റുപ്പിയാണ്. 100 പൈസ എന്ന് പറയുന്നത് 1 റുപ്പിയാണ്. അപ്പം 1 പൈസ എങ്ങനെ എഴുതും? 1 പൈസ 1 പൈസ equal to 1/100 റുപ്പി. 1/100 റുപ്പി. അതിനെ എങ്ങനെ നമ്മൾ ഡെസിമൽ പോയിന്റിലാക്കും? എങ്ങനെ 0.01 റുപ്പി. 0.01 റുപ്പി. ഈ റുപ്പിയുടെ സിമ്പിൾ അറിയാമോ? റുപ്പിക്ക് ഒരു സിമ്പിൾ ഉണ്ട്. അറിയാമോ എങ്ങനെയാണ്? ഇതുപോലെ ഇട്ടിട്ട് ഇതിന്റെ പേര് 2 വര ഇടുന്നത്. അപ്പൊ 0.01 ഈ സിമ്പിൾ ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. റുപ്പിയുടെ സിമ്പിൾ ഒക്കെ മനസ്സിലായോ? റുപ്പി റുപ്പിയുടെ സിമ്പിൾ ഇപ്പൊ മനസ്സിലായോ? ഇതെങ്ങനെ 2 റുപ്പി
0.01. മനസ്സിലായോ? 100 പൈസ എന്ന് പറയുന്നത് എന്താണ്? 1 റുപ്പിയാണ്. അപ്പം 1 പൈസ എങ്ങനെയാണ്? 1/100 റുപ്പി. അപ്പം ഡിവൈഡ് ചെയ്യുമ്പോൾ 0.01 റുപ്പി. അപ്പം റുപ്പി 0.01 റുപ്പി എന്ന് പറയുന്നത് 100 പൈസ എന്ന് പറയുന്നത് എത്രയാണ്? 1 റുപ്പിയാണ് 100 പൈസ. അപ്പം 1 പൈസ 1/100 റുപ്പി. ആൻസർ 0.01 റുപ്പി. മനസ്സിലായോ? അപ്പം 25 പൈസ. അപ്പൊ 25 പൈസ എങ്ങനെ എഴുതും? 25 പൈസ എങ്ങനെയാണ്? 25 പൈസ അപ്പൊ അതെങ്ങനെ എഴുതാം? 25/100. പൈസ ഏതാണ്? 100. അപ്പൊ 25/100 റുപ്പി ഈക്വൽ ടു എത്ര എഴുതും? 0.25 റുപ്പി. അപ്പൊ അതിന്റെ സിമ്പിൾ എങ്ങനെ? റുപ്പിയുടെ 0.25. മനസ്സിലായോ? 25 പൈസ. അപ്പൊ 25 പൈസ പി ആണ്. റുപ്പിയുടെ ഏതാ സിമ്പിൾ? മനസ്സിലായോ? റുപ്പി പൈസ പി. അപ്പൊ 25/100 പൈസ 100. അപ്പൊ 100 പൈസ 1 റുപ്പി. അപ്പൊ 100 25/100 റുപ്പി. അപ്പം 0.25 റുപ്പി. റുപ്പീസ് എത്രയാണ്? 0.25. മനസ്സിലായോ? അപ്പം അടുത്ത ദിസ് ഈസ് റീഡ് ആസ് റുപ്പീസ് 0.25. ഇതെങ്ങനെ വായിക്കാം? സിമിലർലി റുപ്പി 7 ആൻഡ് പൈസ 45. അപ്പൊ എങ്ങനെ വായിക്കും? റുപ്പി 7.45. സിമിലർലി റുപ്പി 7 ആൻഡ് പൈസ 45. അപ്പൊ എങ്ങനെ റിട്ടേൺ എങ്ങനെ വായിക്കും? 7 റുപ്പി 7.45 എന്ന് വായിക്കും. മനസ്സിലായോ? നെക്സ്റ്റ് ഓക്കെ. If expressing length decimal are used, we know 100 centimeter എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര? 1 മീറ്റർ. അറിയാമോ? 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എന്താ? 1 മീറ്റർ ആണ് 100 സെന്റിമീറ്റർ. അപ്പൊ 100 പൈസയ്ക്കാണ് നമ്മൾ പറഞ്ഞത് 100 റുപ്പിക്കാണ് 1 റുപ്പി എന്ന് പറയുന്നത്. റുപ്പിയുടെ സിമ്പിൾ 100 റുപ്പിക്കാണ് നമ്മൾ എന്താ പറയുന്നത്? 100 റുപ്പിക്ക് 100 റുപ്പിക്ക് എന്താണ് നമ്മൾ പറയുന്നത്? അല്ല സോറി 100 പൈസയ്ക്ക് എന്ന് പറയുന്നത് 1 റുപ്പി. അപ്പൊ എന്താണ് 100 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്ന് പറയും. 100 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്ന് പറയും. മനസ്സിലായോ? 100 പൈസയ്ക്ക് നമ്മൾ 1 റുപ്പിന്നും 100 മീറ്ററിന് 1 മീറ്റർ എന്ന് പറയും. അവിടെ കണ്ടോ? എന്താണ് 1 സെന്റിമീറ്റർ? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് തന്നെ 1/100 മീറ്റർ. 1 സെന്റിമീറ്റർ ഇങ്ങനെ എഴുതാം 1/100 മീറ്റർ. അപ്പൊ ഇതെങ്ങനെ വരുന്നത്? 0.01 മീറ്റർ. 0.01 മീറ്റർ. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1/100 മീറ്റർ. അപ്പൊ 0.01 മീറ്റർ. മനസ്സിലായോ? അപ്പൊ അതുപോലെ തന്നെ 15 സെന്റിമീറ്റർ. 50 സെന്റിമീറ്റർ എഴുതുമ്പോൾ 15 സെന്റിമീറ്റർ എഴുതാം. 50 സെന്റിമീറ്റർ 15/100 മീറ്റർ. 15/100 മീറ്റർ എത്ര വരുമ്പോൾ 0.15 മീറ്റർ. 0.15 മീറ്റർ. മനസ്സിലായോ? 0.15 മീറ്റർ. അപ്പൊ അടുത്ത നെക്സ്റ്റ് ഓക്കെ. 9 മീറ്റർ 70 സെന്റിമീറ്റർ. 9 മീറ്ററും 70 സെന്റിമീറ്റർ. അതെങ്ങനെ അപ്പൊ എഴുതുന്നത്? 9 മീറ്റർ. അപ്പൊ 9 മീറ്റർ അപ്പൊ 9 മീറ്റർ 9 മീറ്റർ 9 മീറ്ററും 70 സെന്റിമീറ്ററും. അപ്പൊ ഇതെങ്ങനെയാണ്? 9 പ്ലസ് 70 സെന്റിമീറ്റർ. 70/100. 70/100 മീറ്റർ. അപ്പം 9 പ്ലസ് 0.17 മീറ്റർ. അപ്പൊ ഇതെങ്ങനെ എഴുതും? 9 പ്ലസ് 0.17 എങ്ങനെ കൂട്ടുന്നത്? എങ്ങനെ കൂട്ടാം? 9.00 പ്ലസ് 0.17 എത്ര വരും? 7 1
എങ്ങനെയാണ് 9.17 മീറ്റർ. മനസ്സിലായോ? 9.1 മീറ്റർ. മനസ്സിലായോ? കൂട്ടിയിട്ട് അത് ചെയ്യണം. അപ്പം ഇങ്ങനെ 9 മീറ്റർ 70 സെന്റിമീറ്റർ പറയുമ്പോൾ 9 മീറ്റർ അല്ലേ? 9 പ്ലസ് 70 സെന്റിമീറ്റർ 70/100 മീറ്റർ. 9 പ്ലസ് 0.17 മീറ്ററിനെ ഇങ്ങനെ കൂട്ടുമ്പോൾ 9.17 മീറ്റർ ആൻസർ കിട്ടും. മനസ്സിലായോ? അത് മനസ്സിലായോ? അപ്പൊ എന്താണ് ഇങ്ങനെ 1 പൈസ അല്ല സോറി 100 പൈസ എന്ന് പറയുന്നത് 1 രൂപ, 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ. മനസ്സിലായോ? 100 പൈസ എന്ന് പറയുന്നത് എന്താണ്? 1 രൂപ. അപ്പം 100 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ. ഓക്കെ. ആൾസോ 1000 മീറ്റർ. അപ്പോൾ 1000 മീറ്റർ എങ്ങനെയാണ്? 1 കിലോമീറ്റർ. 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. 1000 മീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 കിലോമീറ്റർ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഇപ്പൊ 100 പൈസ. 100 പൈസ എന്താണ്? 1 രൂപി. പിന്നെ 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ ആണ്. 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. 100 പൈസ 1 രൂപി, 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും പറയുന്നത്. അപ്പം 1 മീറ്റർ. അപ്പൊ 1 മീറ്റർ എങ്ങനെ എഴുതും? 1/1000. 1/1000 1 മീറ്റർ ഇങ്ങനെ എഴുതുന്നേ 1/1000. അപ്പൊ ഇത് എത്ര വരും? 1000 കിലോമീറ്റർ. 1000 കിലോമീറ്റർ. അപ്പൊ ഇതെങ്ങനെ എഴുതുന്നത്? 0.001 മീറ്റർ. സോറി, അപ്പൊ നോക്കേ 1 മീറ്റർ എന്താണ്? ഒരു എക്സാമ്പിൾ ആണ് 1 മീറ്റർ. 1 മീറ്റർ എങ്ങനെ എഴുതാം? 1/1000 കിലോമീറ്റർ. 1/1000 കിലോമീറ്ററിനെ എങ്ങനെ എഴുതും? 0.001 കിലോമീറ്റർ. 0.001 കിലോമീറ്റർ ആണ്. അപ്പൊ 1000 മീറ്ററിന് എന്താ പറയും? 1 കിലോമീറ്റർ. അപ്പൊ 100 പൈസക്ക് നമ്മൾ എന്താ പറയുന്നത്? 1 രൂപ എന്നും 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും പറയും. മനസ്സിലായോ? സിമിലർലി ഒരു എക്സാമ്പിൾ കൂടെ എന്താ? 750 മീറ്റർ. 750 മീറ്ററിനെ എങ്ങനെ നമ്മൾ എങ്ങനെ കിലോമീറ്റർ ആകുന്നത്? 750നെ എങ്ങനെ കിലോമീറ്റർ ആക്കാം? മീറ്ററിനെ കിലോമീറ്റർ ആക്കുന്നത് എങ്ങനെ? 750 മീറ്ററിനെ എങ്ങനെ കിലോമീറ്റർ ആക്കാം? 750/1000 കിലോമീറ്റർ അല്ലേ? അപ്പൊ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 0.750 കിലോമീറ്റർ. 0.75 കിലോമീറ്റർ. അപ്പൊ ഇതിനെ എങ്ങനെ വീണ്ടും 0.75 കിലോമീറ്റർ വരും. 0.75 കിലോമീറ്റർ എന്ന് എഴുതാം. കേട്ടോ? 0.750 കിലോമീറ്റർ നമുക്ക് 0.75 കിലോമീറ്റർ എന്ന് എഴുതാം. മനസ്സിലായോ? ഇത് മനസ്സിലായോ? ഇങ്ങനെ 750 മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ 750 ഡിവൈഡ് ബൈ 1000. അപ്പം 0.750 കിലോമീറ്റർ അല്ലെങ്കിൽ 0.75 കിലോമീറ്റർ എന്ന് പറയും. അപ്പം എന്താണ്? 100 പൈസ 1 രൂപ. 100 പൈസ എന്ന് പറയുന്നത് 1 രൂപയും 100 സെന്റിമീറ്റർ 1 മീറ്ററും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും പറയും. മറക്കുമോ? ഇതൊക്കെയാണ് എന്താ പഠിച്ചത്? എന്താണ്? 100 പൈസ. 100 പൈസ എങ്ങനെയാണ്? 1 രൂപി. 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും പറയും. മനസ്സിലായോ? 100 പൈസയെ 1 രൂപ എന്നും 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ
കിലോമീറ്റർ എന്നും പറയും. മനസ്സിലായോ? അത് ആ കണക്ക് ഇപ്പൊ ചെയ്ത കണക്ക് മനസ്സിലായായിരുന്നോ? മനസ്സിലായോ? അടുത്ത ടു എക്സ്പ്രസ് വെയിറ്റ് ആൻഡ് കപ്പാസിറ്റി. നമ്മൾ വെയിറ്റ് കപ്പാസിറ്റി എന്താ മനസ്സിലായിട്ടില്ലേ? നമ്മള് തൂക്കം മനസ്സിലായി, തൂക്കം എങ്ങനെയാണ് വെയിറ്റ് വെയിറ്റ് ആൻഡ് കപ്പാസിറ്റി. വി നോ 1000 ഗ്രാമിന് 1 കിലോഗ്രാം ആണ്. 1000 ഗ്രാമിന് 1 കിലോഗ്രാം എന്ന് പറയും. 1000 ഗ്രാമിന് നമ്മളെന്താ 1000 ഗ്രാമിന് 1 കിലോഗ്രാം എന്ന് പറയും. 1000 ഗ്രാം എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അറിയാമോ? അപ്പൊ 1000 ഗ്രാം എന്താ 1 കിലോഗ്രാം. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ ചെയ്യുന്നേ? 1 ഗ്രാം എങ്ങനെയാ? 1 ഗ്രാം. അപ്പൊ എന്തായാലും 1/1000 കിലോഗ്രാം. 1 ഗ്രാമിന് എങ്ങനെയാ? അപ്പൊ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1/1000 കിലോഗ്രാം ആണ്. അപ്പൊ ഇതെങ്ങനെ വരും? 0.001 കിലോഗ്രാം. 0.001 കിലോഗ്രാം. മനസ്സിലായോ? ഇത് മനസ്സിലായോ? 1 ഗ്രാമിന് 1/1000 കിലോഗ്രാം. 1 ഗ്രാമിനെ കിലോഗ്രാം ആക്കാനാണ്. അപ്പൊ 1 ഗ്രാം എങ്ങനെ 1/1000 കിലോഗ്രാമിനെ 0.001 കിലോഗ്രാം എന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം എന്താണ് 100 ഏതാ പൈസ നമ്മൾ റുപ്പിയാക്കി. അതെങ്ങനെ 100 പൈസയെ 1 റുപ്പിയാക്കി. പിന്നെ എന്താണ് സെന്റിമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കി. 100 സെന്റിമീറ്ററിനെ നമ്മൾ 1 മീറ്റർ ആക്കി. പിന്നെ പഠിച്ചത് മീറ്ററിനെ കിലോമീറ്റർ ആക്കി. 1000 മീറ്ററിനെ 1 കിലോമീറ്റർ ആക്കി. പിന്നെ ഇപ്പൊ നമ്മൾ ഗ്രാം ഏതാണ് 1000 ഗ്രാമിനെ 1 കിലോഗ്രാം ആക്കി. അതിലൊരു എക്സാമ്പിൾ കൂടെ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് 12 ഗ്രാം എങ്ങനെ എഴുതാം? 12/1000 കിലോഗ്രാം. നമ്മൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കുക. അപ്പം 12/1000 കിലോഗ്രാം. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 0.012 കിലോഗ്രാം. 0.012 കിലോഗ്രാം. മനസ്സിലായോ? 0.012 കിലോഗ്രാം. ഇത് മനസ്സിലായോ? ഏതൊക്കെ നമ്മൾ പഠിച്ചപ്പോ 100 പൈസയെ നമ്മൾ 1 റുപ്പിയാക്കി. പിന്നെ 100 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കി. എങ്ങനെ 100 സെന്റിമീറ്ററിനെ 1 മീറ്റർ. പിന്നെ 1000 മീറ്ററിനെ 1 കിലോമീറ്റർ ആക്കി. പിന്നെ 1000 ഗ്രാമിനെ 1 കിലോഗ്രാം ആക്കി. നെക്സ്റ്റ് ഏതാണ്? വേറെ 1000 മില്ലിലിറ്ററിനെ 1 ലിറ്റർ ആക്കി. എങ്ങനെ 1000 മില്ലിലിറ്റർ എന്ന് പറയുന്നത് എന്താണ്? 1 ലിറ്റർ ആണ്. അപ്പം 1000 മില്ലിലിറ്റർ എന്ന് പറയുന്നത് എന്താ? 1000 മില്ലിലിറ്റർ. മില്ലിലിറ്ററിനാണ് ml എന്ന് പറയുന്നത്. 1000 മില്ലിലിറ്റർ ml എന്താണ് 1 ലിറ്റർ. 1 ലിറ്റർ 1000 ml എന്ന് പറയുന്നത് 1 ലിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? 1000 ml മില്ലിലിറ്ററിനെയാണ് ml എന്ന് പറയുന്നത്. 1 ലിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു എക്സാമ്പിൾ എന്താണ്? 1 മില്ലിലിറ്റർ. 1 മില്ലിലിറ്റർ എങ്ങനെ എഴുതാം? 1/1000 ലിറ്റർ. അപ്പൊ ഇതെങ്ങനെ എഴുതാം? 1/1000 ലിറ്റർ എങ്ങനെ എഴുതാം? 0.001 ലിറ്റർ. ലിറ്ററിനെ L ആണ്. അതിന്റെ ഷോർട്ട് ആണ് എന്താണ്? L. അപ്പൊ 1.001 ലിറ്റർ. മനസ്സിലായോ? 1000 മില്ലിലിറ്റർ. മില്ലിലിറ്ററിനെ മില്ലിലിറ്റർ എന്ന് പറയുന്ന ഷോർട്ടോ ml. അതിനെ 1 ലിറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പം 1 മില്ലിലിറ്റർ എത്ര? 1/1000 ലിറ്റർ. അപ്പോൾ 0.01 ലിറ്റർ. മനസ്സിലായോ? മനസ്സിലായോ? അപ്പം ഒരു എന്താണ് ഒരു എക്സാമ്പിൾ കൂടെ എഴുതാം. ഏതാണ്? 10 മില്ലിലിറ്റർ. 10 മില്ലിലിറ്റർ എങ്ങനെ എഴുതാം? 10 മില്ലിലിറ്റർ. 10/1000 ലിറ്റർ. അപ്പൊ ഇതെങ്ങനെ എഴുതുന്നത്? 10/1000 ലിറ്റർ. അപ്പൊ 0.1 അല്ലേ? 0.1 ലിറ്റർ. 0.1 ലിറ്റർ എന്ന് പറയും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.1 ലിറ്റർ. അപ്പൊ മനസ്സിലായോ? ഇതിന്റെ ഷോർട്ട് എന്ന് വെച്ചാൽ 100 പൈസയാണ്
1 റുപ്പി 100 പൈസയാണ് 1 റുപ്പി എന്നും 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്നും പിന്നെ 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്നും പിന്നെ 1000 ഗ്രാമിന് 1 കിലോഗ്രാം 1000 മില്ലിലിറ്ററിന് 1 ലിറ്റർ എന്നും പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ എഴുതാം 100 പൈസ 100 പൈസ എങ്ങനെയാണ് 100 പൈസ 1 റുപ്പി. പിന്നെ 100 സെന്റിമീറ്ററിന് 1 മീറ്റർ എന്നും 1000 മീറ്ററിന് 1 കിലോമീറ്റർ എന്നും 1000 ഗ്രാമിന് 1 കിലോഗ്രാം എന്നും 1000 മില്ലിലിറ്ററിന് 1 ലിറ്റർ എന്നും പറയും അല്ലേ? 100 പൈസ 1 റുപ്പി 100 സെന്റിമീറ്റർ 1 മീറ്റർ 1000 മീറ്റർ 1 കിലോമീറ്റർ 1000 ഗ്രാം 1 കിലോഗ്രാം 1000 മില്ലിലിറ്ററിന് 1 ലിറ്റർ എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇത്രയും ഭാഗം മനസ്സിലായോ പഠിപ്പിച്ചത്? ഇത് മനസ്സിലായോ? എന്താണ് 100 പൈസയെ 1 റുപ്പി എന്നും 100 സെന്റിമീറ്ററിനെ 1 മീറ്ററും 1000 ലിറ്ററിനെ 1 കിലോമീറ്റർ ആക്കാം 1000 ഗ്രാമിനെ 1 കിലോഗ്രാം എന്നും 1000 മില്ലിലിറ്ററിനെ 1 ലിറ്റർ എന്ന് മനസ്സിലായത്? ഇപ്പം ആ കണക്ക് ചെയ്ത എക്സാമ്പിൾ മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ റുപ്പീസ് 12 ആൻഡ് പൈസ 75 റുപ്പി 12 ആൻഡ് പൈസ 75. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? അപ്പം ഈ റുപ്പി 12 പൈസ 75. അപ്പം ഈ പൈസയുടെ എന്താ 100 പൈസയാണ് 1 റുപ്പി അല്ലേ? അപ്പം 75 by 100 75 by 100 നമ്മൾ റുപ്പി റുപ്പിയിലാക്കുമ്പോൾ എങ്ങനെ വരും? റുപ്പി എത്ര വരെ? 0.75. അപ്പം ഇത് റുപ്പിയ. ഇനി ഈ റുപ്പിയും ഈ റുപ്പിയോടെ കൂട്ടണം. അപ്പം 12 പ്ലസ് 0.75. അപ്പോൾ ഇതെങ്ങനെ വരുന്നത്? ഡെസിമൽ പോയിന്റ് ആകുമ്പോൾ 0.12 പ്ലസ് 0.75. അപ്പം ഇങ്ങനെ 2 പ്ലസ് 5 എത്ര? 7. 1 പ്ലസ് 7 8. 0.0. അപ്പോൾ 0.87 ആൻസർ കിട്ടും. മനസ്സിലായോ? ഈ റുപ്പി 70 നമ്മളൊന്നും ചെയ്യുന്നില്ല അല്ലേ? ഇത് പൈസയെ 75 ആക്കി. അപ്പം പൈസ 75 പൈസയെ നമ്മൾ എന്താക്കി റുപ്പിയിലോട്ടാക്കി. അപ്പം 75 by 100 റുപ്പിയെ 0.75 റുപ്പി ആക്കി. അപ്പൊ അതിനെ കൂട്ടുമ്പോൾ ഏതാണ്? 0.87 എന്ന ആൻസർ കിട്ടും. മനസ്സിലായത്? ഒരെണ്ണം ചെയ്യും. ഒരു കണക്ക് നോക്കാം. ഏതാണ്? റുപ്പി 30 ആൻഡ് പൈസ 55. റുപ്പി 30 ആൻഡ് പൈസ 55. അപ്പോൾ ഇതെങ്ങനെയാ? പൈസ റുപ്പിയാണ്. അപ്പം 55 by 100 റുപ്പി എത്ര വരും? 0.55 റുപ്പി. അപ്പം 0.55 റുപ്പിയെ ഇനി എന്താണ് കൂട്ടും? ഈ റുപ്പി 30 റുപ്പിയോട് കൂട്ടുമ്പോൾ എത്ര വരും? 30 plus 0.55. അങ്ങനെ വരുമ്പോൾ ഡെസിമൽ ഫോമിലാകുമ്പോൾ 0.30 plus 0.55. അപ്പോൾ എങ്ങനെ വരും? 5. 0 plus 5 5 plus 3 8.0 അല്ലേ? അപ്പോൾ എങ്ങനെ 0.85 എന്ന ആൻസർ വരും. മനസ്സിലായോ? മനസ്സിലായോ? എല്ലാവർക്കും ഇത്രയും മനസ്സിലായോ? അപ്പം ആ ബാക്കിയുള്ളത് ചെയ്യാമോ? സി ഡി ഇ മനസ്സിലായോ? സി ഡി ഇ മനസ്സിലായോ? ചെയ്യാമല്ലോ. അപ്പം അടുത്ത 75 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കാം. 75 മീറ്ററിനെ നമുക്ക് സെന്റിമീറ്റർ ആക്കാം. അതെങ്ങനെ ആക്കി? 75 മീറ്ററിനെ സെന്റിമീറ്റർ ആക്കുന്നത് എങ്ങനെ ആക്കും?
സെന്റിമീറ്ററിനെ ഇനി മീറ്റർ ആക്കണം. അപ്പൊ 65 സെന്റിമീറ്ററിനെ മീറ്റർ ആക്കുന്നത് എങ്ങനെയാ? അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ? 75 മീറ്റർ ആൻഡ് 65 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 65 സെന്റിമീറ്റർ. അപ്പൊ 100 സെന്റിമീറ്റർ ഏതാ? 1 മീറ്റർ ആണ്. അപ്പൊ 60 അടുത്ത നെക്സ്റ്റ് മീറ്ററിനെ നമ്മൾ മീറ്ററും സെന്റിമീറ്റർ. അപ്പൊ ഇനി മീറ്റർ ആക്കാനായിട്ടാണ്. അപ്പൊ മീറ്റർ ആക്കുന്നത് എങ്ങനെയാണ്? 75 മീറ്റർ ആൻഡ് 65 സെന്റിമീറ്റർ. അപ്പൊ 65 സെന്റിമീറ്റർ മീറ്റർ ആക്കാം. അപ്പൊ എങ്ങനെ ചെയ്യും? 65 സെന്റിമീറ്റർ മീറ്റർ ആക്കാം. ആ ക്വസ്റ്റ്യനിലെ എഫ് ആണ് ക്വസ്റ്റ്യൻ. അതിന് 65 സെന്റിമീറ്റർ. അപ്പൊ 65 സെന്റിമീറ്റർ മീറ്റർ ആകുമ്പോൾ എന്തെങ്കിലും 65 by 100 മീറ്റർ. അപ്പൊ എങ്ങനെ 0.65 മീറ്റർ ഉണ്ട് അല്ലേ? ആദ്യത്തെ മറ്റേ 75 മീറ്റർ പിന്നെ ചെയ്യും ഡെസിമൽ ഫോമിലാക്കുമ്പോൾ 0.75 പ്ലസ് 0.65 മീറ്റർ. അപ്പൊ ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? 0.75 പ്ലസ് 0.65 5 പ്ലസ് 5 10 0 1. അപ്പം 7 plus 6 13 plus 14 അപ്പം 4. ഓക്കെ ഇവിടെ 1. അപ്പം ഈ 1.1 അപ്പം 1.4 മീറ്റർ വരും. മനസ്സിലായത്? 1.4 മീറ്റർ. 0 നമ്മൾ പറയും. 0 നമ്മൾ പറയും. അപ്പം 1.4 മീറ്റർ വരും. മനസ്സിലായോ? 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 അപ്പം അത് ഒന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മള് ഈ ക്വസ്റ്റ്യനില് 65 സെന്റിമീറ്റർ നമ്മൾ മീറ്റർ ആക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതിന് ആൻസർ വരും. മനസ്സിലായോ? അതുപോലെ ബാക്കി ചെയ്യാൻ പറ്റുമോ? ബാക്കി കിലോമീറ്ററും മില്ലിമീറ്ററും ഒക്കെ ലിറ്റർ ആക്കാനും കിലോമീറ്ററിനെ എന്താണ് ഗ്രാമിനെ കിലോമീറ്റർ ആക്കാനും മില്ലിമീറ്ററിനെ ലിറ്റർ ആക്കാനും ഇതെല്ലാം കൂട്ടി ചെയ്താൽ മതി. മനസ്സിലായോ? അത് ഹോംവർക്കായിട്ട് ചെയ്യാമല്ല. ഹോംവർക്കായിട്ട് ചെയ്തില്ലേ എല്ലാവരും? മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണ്? നമ്മള് സബ്സ്ട്രാക്ഷൻ പഠിച്ചു. ഇന്ന് സബ്സ്ട്രാക്ഷനും ഇത് തന്നെയാ യൂസ് ഓഫ് ഡെസിമൽസിന് നമ്മളെന്താ നമ്മള് പൈസ എങ്ങനെ 100 പൈസയെ 1 രൂപി എന്നും പിന്നെ ഏതാണ് പഠിച്ചത്? 100 സെന്റിമീറ്ററെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും പിന്നെ 1000 ഗ്രാമിനെ 1 കിലോഗ്രാം എന്നും 1000 മില്ലി ലിറ്ററിനെ 1 ലിറ്റർ എന്നും പഠിച്ചു. അതിന്റെ എക്സസൈസ് ചെയ്തത് മനസ്സിലായോ? ഇത്രയും. അപ്പം ഇനിയിപ്പോ അടുത്ത എക്സാം ആയിരിക്കും. അപ്പം എക്സാമിന് ഈ ടീച്ചർ പഠിപ്പിച്ച ഇത്രയും ഭാഗങ്ങളെ വരത്തുള്ളൂ. അത്രയും വരെ ടീച്ചർ ചോദിക്കത്തുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗം നല്ല വൃത്തിയായിട്ട് പഠിക്കുക. അഡീഷണലും സബ്സ്ട്രാക്ഷനും ഈ ഡെസിമൽ ഫോംസ് ഈ 1000നെ എന്താ 1000 മീറ്ററിനെ 1 കിലോമീറ്റർ ആക്കാനും 1000 ഗ്രാമിനെ 1 കിലോഗ്രാം ആക്കാനും 1000 മില്ലി ലിറ്ററിനെ 1 ലിറ്റർ ആക്കാനും ഒക്കെ വൃത്തിയായിട്ട് പഠിക്കുക കേട്ടല്ലേ? അപ്പോൾ ഫുൾ മാർക്ക് വാങ്ങിക്കുക. മനസ്സിലായോ? അപ്പം ഇനി എക്സാം വരുമ്പോഴത്തേന് ഈ ടീച്ചർ പഠിപ്പിച്ച അത്ര ഭാഗങ്ങളെ എക്സാമിന് ഇടത്തുള്ളൂ കേട്ടല്ലോ. അത് വൃത്തിയായിട്ടാണ് പഠിച്ചേക്കാം മാത്സ്. ഓക്കെ. ഒന്നുമില്ല, ചെറിയ പോർഷനേ ഉള്ളൂ അല്ലേ? ഏതാണ് അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, പിന്നെ അഡീഷൻ ഓഫ് ഡെസിമൽ, സബ്സ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽ ആൻഡ് പിന്നെ യൂസ് ഓഫ് ഡെസിമൽസ് അതിന്റെ ഹോംവർക്ക്. അപ്പോൾ ഈ ഹോംവർക്ക് എഴുതി അടുത്ത ക്ലാസ്സിൽ ടീച്ചറിന് അയച്ചു തരണം. അടുത്ത എക്സാമിനുള്ളത് പ്രിപ്പയർ ആയിട്ട് ഇരിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? ഇത് ഇത്രയും മനസ്സിലായോ? നല്ലോണം മനസ്സിലായോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? ഒന്നുകൂടെ യൂസ് ഓഫ് ഡെസിമൽസ് ഏതൊക്കെയായിരുന്നു? യൂസ് ഓഫ് ഡെസിമൽ നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാ? 100 പൈസയെ 1 രൂപി എന്നും 100 സെന്റിമീറ്ററെ 1 മീറ്റർ എന്നും 1000 മീറ്ററിനെ 1 കിലോമീറ്റർ എന്നും 1000 ഗ്രാമിനെ 1 കിലോഗ്രാം എന്നും 1000 മില്ലി ലിറ്ററിനെ 1 ലിറ്റർ എന്നും പറയുന്നുണ്ട്. മനസ്സിലായോ? ഇത് ഇത്രയും മനസ്സിലായോ? അതിന്റെ എക്സസൈസ് മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായോ? ഈ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം കേട്ടോ. ഇതപ്പോൾ മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പോൾ അതിൻ്റെ എക്സസൈസുകളും ഒക്കെ ചെയ്ത് പഠിച്ച് ടീച്ചറിന് അടുത്ത ക്ലാസ്സിൽ എഴുതി കാണിക്കണം. ഓക്കെ. അപ്പം ഇത് ഇത്രയും മനസ്സിലായോ? നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചിരുന്നത്? സബ്സ്ട്രാക്ഷൻ ഓഫ് ഡെസിമൽസ്, യൂസ് ഓഫ് ഡെസിമൽസ്. അതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ അഡീഷൻ ഓഫ് ഡെസിമൽസ് ആഡ് ചെയ്യാനും പിന്നെ ഇപ്പോൾ ഇന്ന് സബ്സ്ട്രാക്ട് ചെയ്യാനും യൂസ് ഓഫ് ഡെസിമൽസ്. ഇത് എളുപ്പമുള്ള ഒരു
കുറച്ച് ഭാഗങ്ങളാണ് ടീച്ചർ എന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ ഇത് വൃത്തിയായിട്ട് പഠിച്ച് ചെയ്യണം. മനസ്സിലായാലോ എല്ലാവർക്കും?